എല്ലാവർക്കും നമസ്കാരം. നോയ് ദ ബൈബിൾ എന്ന് പറയുന്ന എപ്പിസോഡിൽ ഇന്ന് നമ്മൾ സംസാരിക്കുവാനായിട്ട് പോകുന്നത് എസ്രയുടെ പുസ്തകത്തിൽ നിന്നാണ്. അപ്പോൾ നമ്മൾക്കറിയാം, ഈ എസ്രയുടെ പുസ്തകം എഴുതിയിരിക്കുന്നത് എസ്ര തന്നെയാണ്. ഇനി അതിനകത്ത് 10 അധ്യായങ്ങളാണ് ഉള്ളത്. അപ്പോൾ എസ്രയുടെ പുസ്തകത്തിൻ്റെ ഒരു സമ്മറി, ഒരു ഷോർട്ട് സമ്മറി എന്ന് പറഞ്ഞാൽ, നമ്മുടെ ബാബിലോൺ പ്രവാസത്തിൽ നിന്നും യെരുശലേമിലേക്ക് അല്ലെങ്കിൽ യഹൂദയിലേക്ക് ആര് മടങ്ങി വരികയാണ്? നമ്മുടെ ഇസ്രായേൽ മക്കളെ ഘട്ടം ഘട്ടമായിട്ട് മടങ്ങി വരികയും അതിനുശേഷം അവർ യെരുശലേം ദേവാലയം പുനർനിർമ്മിക്കുകയും അങ്ങനെ അതിൻ്റെ പണി പൂർത്തീകരിക്കുകയും അത് പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നതൊക്കെ നമ്മൾക്കിവിടെ കാണുവാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ എസ്രയുടെ പുസ്തകത്തിന് ആമുഖമായിട്ടൊരു കാര്യം പറയട്ടെ. നമ്മൾക്കറിയാം, ഇവർ യഹൂദ എങ്ങോട്ടാണ് പോയത്? യഹൂദയെ കൊണ്ടുപോയത് ബാബിലോണിലേക്ക് പ്രവാസികളായിട്ട് കൊണ്ടുപോയത് അല്ലേ? ശലോമോൻ രാജാവിൻ്റെ ശേഷം ഇസ്രായേൽ രണ്ടായി വിഭജിക്കപ്പെട്ടു. അതൊക്കെ ഞാൻ മുൻപേ പറഞ്ഞതാണ്, ഒന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യവും യഹൂദ എന്ന് പറയുന്ന രാജ്യവുമായിട്ട് ഇത് വിഭജിക്കപ്പെട്ടു. അപ്പോൾ ഇസ്രായേലിൽ 10 ഗോത്രങ്ങൾ ഇസ്രായേൽ രാജ്യത്തിനകത്തും, യഹൂദയിൽ 2 ഗോത്രങ്ങൾ, ബെന്യാമിൻ ഗോത്രവും യഹൂദ ഗോത്രവും, ഇത് രണ്ടുമാണ് യഹൂദയിൽ പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇസ്രായേൽ ഗോത്രത്തിനെ അസീറിയയിലേക്ക് കൊണ്ടുപോയി പ്രവാസികളായിട്ട് അവരെ പിടിച്ചുകൊണ്ടുപോയി. ഈ യഹൂദ ഗോത്രത്തെ എങ്ങോട്ട് കൊണ്ടുപോയി, അല്ലെങ്കിൽ യഹൂദയെ എങ്ങോട്ട് കൊണ്ടുപോയി? ഇവരെ കൊണ്ടുപോയിരിക്കുന്നത് ബാബിലോണിലേക്കാണ്. 70 വർഷക്കാലം നീണ്ടു നിന്ന ബാബിലോൺ പ്രവാസം അല്ലേ? അവിടേക്കാണ് ആരെ കൊണ്ടുപോയിരിക്കുന്നത്? യഹൂദയെ കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ യഹൂദയെ കൊണ്ടുപോകുന്നതിന് മുൻപേ നടന്ന സംഭവം നമ്മൾക്കറിയാം. യെരുശലേം ദേവാലയം ഒക്കെ തകർക്കപ്പെട്ടു. അതിനകത്തുള്ള ദൈവത്തിൻ്റെ ഉപകരണങ്ങളെല്ലാം, ആലയത്തിലെ ഉപകരണങ്ങളെല്ലാം ബാബിലോണിലേക്ക് ഇവർ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തു എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. അതൊക്കെ നമ്മൾ സംസാരിച്ചതാ അല്ലേ? അപ്പോൾ ഇവിടെ എസ്രയുടെ പുസ്തകത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ ഈ ബാബിലോണിൽ നിന്നും എന്താണ് ഇവരുടെ ഒരു മടങ്ങി വരവ് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. മൊത്തമായിട്ട് ഒന്നിച്ചു വരികയില്ല, ഘട്ടം ഘട്ടമായിട്ട് ഇവർ മടങ്ങി വരികയാണ്. അപ്പോൾ കോരേഷ് എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ ഹൃദയത്തെ ദൈവം ബാബിലോണിലുണ്ടായിരുന്ന ഒരു പാർസി രാജാവ് എന്ന് പറയുന്നത്, എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം ബാബിലോൺ പിന്നെ അത് പാർസി അങ്ങനെയൊക്കെ ആയിട്ട് വിഭജിക്കപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്കറിയാം. അതൊക്കെ ഞാൻ മുൻപേ സംസാരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ കോരേഷ് എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ ഹൃദയത്തെ ദൈവം ഉണർത്തുകയും അതിനുശേഷം ഇവർക്ക് യെരുശലേം ദേവാലയം പുനർനിർമ്മിക്കാനുള്ള അനുവാദം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ സെരുബാബേലിൻ്റെ നേതൃത്വത്തിലുള്ള ആദ്യത്തെ ഘട്ടത്തിലുള്ള സംഘം, അതായത് 1 തൊട്ട് 6 വരെയുള്ള അധ്യായം, എസ്രായുടെ പുസ്തകം 1 തൊട്ട് 6 വരെയുള്ള അധ്യായത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നതും സെരുബാബേലിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ആൾക്കാർ ഇങ്ങോട്ട് മടങ്ങി വരികയാണ്, യെരുശലേമിലേക്ക് മടങ്ങി വരികയാണ്. എന്നിട്ട് മടങ്ങി വന്നിട്ട് അവർ യെരുശലേം ദേവാലയം പുനർനിർമ്മിക്കുവാനുള്ള ഒരു അടിസ്ഥാനമിടുകയും അവിടെ ദൈവത്തിൻ്റെ യാഗപീഠം പണിയുകയും അവിടെ യാഗം അർപ്പിക്കുകയും ചെയ്യുന്നതൊക്കെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ ഈ സെരുബാബേലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സെരുബാബേൽ ആരാണെന്ന് വെച്ചാൽ ദാവീദിൻ്റെ വംശപാരമ്പര്യത്തിൽ പെട്ടിരിക്കുന്ന ആളാണ്. ആരും സെരുബാബേൽ. ഓർക്കുക, ദാവീദിൻ്റെ മകനായ ശലോമോനാണ് എന്ത് പണിതത്? യെരുശലേം ദേവാലയം അല്ലെ? ആദ്യത്തെ യെരുശലേം ദേവാലയം പണിതത്. അത് പിന്നെ അവരെ ദൈവത്തിൻ്റെ കൽപ്പനകളെ എല്ലാം വിട്ടുപോയി കഴിഞ്ഞപ്പോൾ എന്താണ്? യെരുശലേം ദേവാലയമൊക്കെ അവിടെ തകർക്കപ്പെടുവാനായിട്ട് ഇടയായി അല്ലേ? എന്നാൽ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എന്താണ്? ഇതിൻ്റെ പുനർനിർമ്മാണത്തിനും ദൈവം തിരഞ്ഞെടുത്തത് ആരെയാണ്? ദാവീദിൻ്റെ ഗോത്രത്തിൽപ്പെട്ട സെരുബാബേലിനെ തിരഞ്ഞെടുത്തത്. എന്തുകൊണ്ടാണ് സെരുബാബേലിനെ തിരഞ്ഞെടുക്കുവാനുള്ള കാരണം എന്നറിയാമോ? ദൈവം ദാവീദിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ദാവീദിനോട് എന്താ പറഞ്ഞത്? നിന്റെ സിംഹാസനത്തിലിരിക്കുവാൻ നിന്റെ സന്തതിയിൽ ഒരുത്തൻ പോലും ഇല്ലാതെ വരികയില്ല എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ദാവീദിൻ്റെ മകനായ ശലോമോൻ പണിത യെരുശലേം ദേവാലയത്തിൻ്റെ പുനർനിർമ്മാണത്തിന് വേണ്ടിയിട്ട് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് സെരുബാബേൽ എന്ന് പറയുന്ന ദാവീദിൻ്റെ വംശപാരമ്പര്യത്തിൽപ്പെട്ട ഒരു മനുഷ്യനെ തന്നെയായിരുന്നു. എന്നിട്ട് ഈ സെരുബാബേലിൻ്റെ നേതൃത്വത്തിൽ അവിടെ എന്താണ്? യെരുശലേം ദേവാലയത്തിൻ്റെ പണികൾ പുനർനിർമ്മിക്കുവാനുള്ള പണികൾ തുടങ്ങി, അടിസ്ഥാനമിട്ടു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ യഹൂദയുടെ ശത്രുക്കളായിട്ടുള്ളവർ എന്താ ചെയ്തത്? ആദ്യം അവർക്ക് അനുകൂലമായിട്ട് വന്നിട്ട് അവരോട് പറഞ്ഞു, ഞങ്ങളും കൂടി ഈ ദേവാലയം പണിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ കൂടാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെന്താ പറഞ്ഞത്? ഇവർ പറഞ്ഞത്, നിങ്ങൾ പണിയേണ്ട പണിയല്ല, ഇത് ഞങ്ങൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഞങ്ങൾ പണിയേണ്ട പണിയാണ്, അതുകൊണ്ട് നിങ്ങൾ കൂടണ്ട എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ ആർക്ക് ഇഷ്ടമായില്ല? ഈ ശത്രുക്കളായിരിക്കുന്ന ആ പ്രദേശവാസികൾക്ക് ഇഷ്ടമായില്ല. അവരെന്ത് ചെയ്തു? അവരിതിൻ്റെ ദേവാലയത്തിന് ഞങ്ങളില്ലെങ്കിൽ നിങ്ങൾ പണിയണ്ട എന്ന് വിചാരിച്ചിട്ട്, എനിക്ക് തോന്നുന്നു അവർ പണിയുവാൻ കൂടിയത് എന്തിനായിരുന്നു? പണിയുവാൻ കൂടിയത് നല്ല ഉദ്ദേശത്തോടെയല്ല, കാരണം ഇവർ ശത്രുക്കളാണ്. അതുകൊണ്ട് ആ പണി തടസ്സപ്പെടുത്തുവാൻ വേണ്ടി തന്നെയാണ് ഇവരും കൂടി പങ്കാളികളാകാമെന്ന് പറഞ്ഞത്. എന്നാൽ ഇത് തിരിച്ചറിഞ്ഞ് ഇവർ പറഞ്ഞു, നിങ്ങൾ വരേണ്ട കാര്യമില്ല, കാരണം ഇത് ഞങ്ങളും ദൈവവുമായിട്ടുള്ള ഉടമ്പടിയാണ്, അതുകൊണ്ട് പുറത്തുള്ളവർ ഇതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ഇവരെ നിരുത്സാഹപ്പെടുത്തി വിട്ടു. അപ്പോൾ അവർക്ക് എന്താണ്? ഇവരോട് ഒന്നും കൂടെ വൈരാഗ്യം കൂടി. അപ്പോൾ ഇവരെന്താ ചെയ്തത്? ബാബിലോണിലുള്ള രാജാവിനൊക്കെ കത്തെഴുതി
എന്നിട്ട് അവരോട് പറഞ്ഞു, ഇന്ന പോലെ അവർ ഇവരുടെ ചരിത്രങ്ങൾ, അതായത് ഇസ്രായേലിൻ്റെ ചരിത്രങ്ങൾ അങ്ങ് പറഞ്ഞു കൊടുത്തു, യഹൂദയുടെ ചരിത്രം പറഞ്ഞു കൊടുത്തു. ഇവരാരാണ്? ഇവർ നല്ല ആൾക്കാരൊന്നുമല്ല, ഇവരുടെ ദൈവത്തെ ധിക്കരിച്ചിരിക്കുന്ന ടീമാണ്. അതുകൂടാതെ ഇവരോട് യുദ്ധം ചെയ്യുവാൻ വന്നിരിക്കുന്ന രാജാക്കന്മാരുമായിട്ടൊക്കെ ഇവർ യുദ്ധം ചെയ്യുകയും അവരെ തോൽപ്പിക്കുകയും ഒക്കെ ചെയ്ത ചരിത്രം ഇവർക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് രാജാവിന്, ബാബിലോണിലുള്ള രാജാവിന്, എന്താണ്, പാർസി രാജാവിന് ഇവരിങ്ങനെ കത്തെഴുതുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അത് കേട്ടപ്പോൾ ആ രാജാവ് എന്താ ചെയ്തത്? രാജാവ് ഇതൊക്കെ പരിശോധിച്ചപ്പോൾ മനസ്സിലായ ഇവരുടെ കാര്യമൊക്കെ പറഞ്ഞത് ശരിയാണ്, ഇവരത്ര നല്ല പുള്ളികളൊന്നുമല്ല എന്ന് പറഞ്ഞ് ആ ദേവാലയത്തിൻ്റെ പണി അവിടെ നിർത്തിവെക്കുവാനുള്ള ഒരു കൽപ്പന പുറപ്പെടുവിക്കുകയും ഒക്കെ ചെയ്തു. ഓക്കെ, ഇപ്പോൾ കോരേഷിൻ്റെ സമയത്ത് ഇവർക്ക് ദേവാലയം പണിയുവാനുള്ള അനുവാദം കൊടുത്തു. എന്നാൽ അതിനുശേഷം വരുന്ന രാജാക്കന്മാരെന്താണ്, ഒരു രാജാവ് എന്താ പറയുക, ഇതിന് നിരുത്സാഹപ്പെടുത്തി, ഇത് ചെയ്യണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ യെരുശലേം ദേവാലയത്തിൻ്റെ പണി തടസ്സപ്പെടുവാനായിട്ടൊക്കെ ഇടയായി. എന്നാൽ അതിനുശേഷം നമ്മുടെ സക്രിയാവും ഹഗ്ഗായി എന്ന് പറയുന്ന 2 പ്രവാചകന്മാരെ എഴുന്നേൽക്കുകയും ഏകദേശം 16 വർഷക്കാലം അത് മുടങ്ങിക്കിടന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മുടെ ഹഗ്ഗായും സക്രിയാവും ഒക്കെ കൂടി എഴുന്നേറ്റിട്ട് അവരെ ദൈവം ഉണർത്തി, അല്ലേ, പ്രവാചകന്മാരെ ദൈവം ഉണർത്തി. അവർ സെരുബാബേലിനോടൊക്കെ പറഞ്ഞു, അവർ സെരുബാബേലിനോട് ആലോചന കൊടുത്തു. എന്ന് വെച്ചാൽ ഇത് ദൈവം ഏൽപ്പിച്ച പണിയാണ്, നിങ്ങളിത് നിർത്തിവെക്കേണ്ട കാര്യമില്ല, ദൈവം ഏൽപ്പിച്ചത് പുനർനിർമ്മിക്കുവാനുള്ള അവകാശം ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, നിങ്ങളത് പുനർനിർമ്മിക്കണം എന്ന് പറഞ്ഞ പ്രവചനമൊക്കെ അവർക്ക് അങ്ങ് കേട്ട്, പ്രവചനം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ വീണ്ടും ആ പണി പുനർനിർമ്മിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് എന്താണ്, ഈ രാജാവിന്, അതായത് ഇവർക്ക് വിരോധമായി കൽപ്പന പുറപ്പെടുവിച്ച ആ രാജവംശത്തിൽ തന്നെ അനുകൂലമായിട്ട് ഇവർക്ക് എന്ത് വന്നു? ഇവർക്ക് അനുകൂലമായിട്ട് വിധി വന്നു. എന്ന് വെച്ചാൽ കോരേഷ് ഇവർക്ക് അനുവാദം കൊടുത്ത കാര്യമൊക്കെ ആ രാജാവ് പരിശോധിക്കുകയും, എന്ന് വെച്ചാൽ കോരേഷിന് ശേഷം പല പല രാജാക്കന്മാർ വന്നു. ഓക്കെ, അതിലൊരു രാജാവാണ് ഇവർക്ക് അതിനുള്ള അനുവാദം കൊടുക്കുകയും ഇവർ ദേവാലയത്തിൻ്റെ പണി പൂർത്തീകരിക്കുകയും സെരുബാബേലിൻ്റെ നേതൃത്വത്തിൽ ദേവാലയത്തിൻ്റെ പണി പൂർത്തീകരിക്കുകയും അത് ദൈവത്തിന് പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നൊക്കെ നമ്മൾക്കിവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു. അതിനുശേഷമാണ് ആര് വരുന്നത്? 2ാമത്തെ ഘട്ടം, അതായത് 7ാം അധ്യായം തൊട്ട് 10ാം അധ്യായം വരെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത് എസ്രയുടെ ഒരു എൻട്രിയാണ്. എസ്ര എന്താണ്? ബാബിലോണിൽ നിന്ന് അവർ എസ്രയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആൾക്കാർ ഇസ്രായേലിലേക്ക് മടങ്ങി വരികയാണ്. പക്ഷേ ഇവിടെ ഒരു സംഭവം ഉണ്ടായി. എന്താണെന്നറിയാവോ? ഈ എസ്രയൊക്കെ മടങ്ങി വരുന്നതിന് മുമ്പ് എസ്രയ്ക്ക് അതിനുള്ള അനുവാദം കൊടുത്ത രാജാവുണ്ടല്ലോ, ആ രാജാവ് പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾക്ക് എന്ത് തരാം, ഞങ്ങളുടെ പ്രൊട്ടക്ഷനൊക്കെ നിങ്ങൾക്ക് തരാമെന്ന് പറയുക മാത്രമല്ല, യെരുശലേം ദേവാലയം നശിപ്പിച്ചപ്പോൾ ഇവരുടെ നിന്ന് കൊണ്ടുപോയ വെള്ളിയും പൊന്നുമുള്ള ആഭരണങ്ങളെയൊക്കെ എന്താണ്, അതൊക്കെ മടക്കി ഇസ്രായേലിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തു. ആരാ? ഈ ബാബിലോണിലെ, അതായത് പാർസി രാജാവ് ഇത് തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു. ഏൽപ്പിക്കുകയും ചെയ്തപ്പോൾ ഇവരെന്താ ചെയ്തതെന്നറിയാവോ? ഇവരോട് പറഞ്ഞു, നിങ്ങൾ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയല്ലേ, അപ്പോൾ എൻ്റെ രാജാധികാരത്തിൽ നിന്ന് നിങ്ങൾക്ക് സംരക്ഷണം തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഇവർ ആ രാജാവിൻ്റെ അടുത്തൊരു വാക്ക് പറഞ്ഞു. ആരാ? എസ്രയുടെ നേതൃത്വത്തിൽ ഒരു വാക്ക് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഞങ്ങളുടെ ദൈവത്തിന് അനുകൂലമായി നിൽക്കുന്നവരെ സംരക്ഷിക്കുന്ന ദൈവമാണ്, എന്നാൽ പ്രതികൂലമായി നിൽക്കുന്നവർക്ക് പ്രതികൂലമാകുന്ന ദൈവവുമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് അനുകൂലമാണ്, ഞങ്ങൾ ആ ദൈവത്തെ അന്വേഷിച്ച് ഇറങ്ങിയിരിക്കുന്നത്, അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ കരം ഞങ്ങൾക്ക് അനുകൂലമാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് സംരക്ഷണം ഞങ്ങളുടെ സ്വർഗത്തിലെ ദൈവം തന്നോളും, രാജാവിൻ്റെ സംരക്ഷണം ഞങ്ങൾക്ക് വേണ്ട എന്ന് ഇവർ ഓൾറെഡി ആരോട് പറഞ്ഞു കഴിഞ്ഞു? രാജാവിനോട് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ എസ്രയ്ക്ക് അറിയാം, ഇവിടുത്തെ ചരിത്രം അറിയാം, അല്ലേ, സെരുബാബേലിനും ടീമുകൾക്കും അവിടെ നേരിട്ട ചരിത്രങ്ങൾ അറിയാം. അവർ ദേവാലയം പണിയാൻ, അവർക്ക് എന്താ പറയുക, ദേവാലയം പണിയുന്നതിന് തടസ്സമായിട്ട് അവിടെ ശത്രുക്കൾ എഴുന്നേറ്റുവെന്നും വഴിയിൽ പതിയിരിപ്പുകാരുണ്ടാകുമെന്നും ഒക്കെ ആർക്ക് മനസ്സിലായി? ഈ എസ്രയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് എസ്ര എന്താ ചെയ്തതെന്നറിയാമോ? ഇവർ യാത്ര പുറപ്പെടുന്നതിന് മുൻപേ അഹാവാറ്റിൻ്റെ അരികെ വെച്ചിട്ട് ഇവരൊരു ഉപവാസം അങ്ങ് പ്രസിദ്ധപ്പെടുത്തി. എന്തിനായിരുന്നു ഉപവാസം? ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞു കുട്ടികൾക്കും പിന്നെ എന്താണ്, ഞങ്ങളുടെ കയ്യിലുള്ള സർവ്വസമ്പത്തിനും ഒരു സംരക്ഷണം ആര് കൊടുക്കണം? ദൈവം കൊടുക്കണം. കാരണം വാഗ്ദത്ത പ്രകാരമുള്ള മടങ്ങിവരവ. എന്തിനുള്ള മടങ്ങിവരവ്? ചുമ്മാ ഉള്ള മടങ്ങിവരവാണോ? അല്ല. ഇവിടെ നിന്നും യെരുശലേം ദേവാലയത്തിൽ നിന്നും പിടിക്കപ്പെട്ടു കൊണ്ടുപോയത്, അല്ലെങ്കിൽ ശത്രുവായവൻ അപഹരിച്ചു കൊണ്ടുപോയ ആ സംഭവങ്ങളൊക്കെ മടക്കി തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരിക, യെരുശലേം ദേവാലയത്തിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ എന്തു വേണം? ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ വേണം, ഞങ്ങൾക്കും വേണം, ഞങ്ങളുടെ കയ്യിലുള്ള സമ്പത്തിനും എന്തു വേണം? ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ വേണം. അതിന് ഇവരെന്താ ചെയ്തത്? അഹാവാറ്റിൻ്റെ അരികെ വെച്ചിട്ട് എസ്രായുടെ നേതൃത്വത്തിൽ എന്ത് സംഭവിച്ചിരിക്കുകയാണ്? ഒരു ഉപവാസം അങ്ങ് പ്രസിദ്ധപ്പെടുത്തി. എന്നിട്ട് ഇവർ ഉപവസിക്കുകയും ഇവരെ യാത്ര പുറപ്പെട്ട് എങ്ങോട്ട് വരികയും ചെയ്തു? യെരുശലേമിലേക്ക് വരികയും ചെയ്തു. അപ്പോൾ ഇവർക്ക് എന്താണ്? ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ ഇവർക്ക് ലഭിക്കുകയും ചെയ്തു എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇവർ ഈ ഉപവാസം ഇരുന്നത് എന്തിനാ? ദൈവത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഉപവാസം ഇരുന്നതല്ലേ? തടസ്സം കൂടാതെ ഇവരുടെ യാത്ര, വാഗ്ദത്ത പ്രകാരമുള്ള ഇവരുടെ യാത്ര തടസ്സം കൂടാതെ യെരുശലേമിൽ എത്തപ്പെടുവാനും ഇവരുടെ സമ്പത്തിനൊക്കെ
എനിക്കൊരു ഒരു സംരക്ഷണം ലഭിക്കുവാനും ഇവർ ഉപവസിച്ചു. ആ ഉപവാസത്തിൻ്റെ പരിണിത ഫലമായിട്ട് ദൈവം അവർക്ക് സംരക്ഷണം ഒരുക്കി കൊടുക്കുകയും ചെയ്തുവെന്ന് നമ്മൾക്കിവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു. ഇനി എസ്രയെക്കുറിച്ചൊരു ചെറിയ വിവരണവും കൂടെ നമ്മൾ അറിയേണ്ടതുണ്ട്. നമ്മൾക്കറിയാം അല്ലെ, കുറേ പേർക്കൊക്കെ അറിയാം എസ്ര ആരാന്നറിയാമോ? ഈ ഫിനഹാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ കൊച്ചു മകനായിട്ട് വരുമെന്ന് വെച്ചാൽ കുറേ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഗ്രാൻഡ് സണ്ണായിട്ട് വരും. ആര്? ഈ എസ്ര എന്ന് പറയുന്നത്. അപ്പോൾ ഫിനഹാസ് ആരാന്ന് നമ്മൾക്കറിയാം. നമ്മൾ ഇതിനു മുൻപേ സംസാരിച്ചിട്ടുണ്ട്. സംഖ്യാപുസ്തകത്തിനകത്ത് 25-ാം അധ്യായത്തിനകത്ത് നമ്മൾക്ക് ഫിനഹാസിനെ കാണുവാനായിട്ട് കഴിയും. എന്താണ്? എലയാസറിൻ്റെ പുത്രനാ അല്ലെ, അഹരോന്റെ പുത്രനായ എലയാസറിൻ്റെ ആര്? ഈ ഫിനഹാസിന് മറ്റൊരു പ്രത്യേകതയുണ്ട് അല്ലേ. ഫിനഹാസിനുള്ള പ്രത്യേകത എന്നാന്ന് വെച്ചാൽ നമ്മൾക്കറിയാം മോശയുടെ നേതൃത്വത്തിലും ഇവർ എവിടെ കിടക്കുകയായിരുന്നു? മരുഭൂമിയിൽ അല്ലേ. ഇവർ മരുഭൂമിയിൽ കിടക്കുന്ന സമയത്ത് ഇവരെന്താ ചെയ്ത്? മിദ്യാന്യരുടെ അതിർത്തിയിലെത്തിയപ്പോൾ ഇവരെന്താണ്? മിദ്യാന്യരുമായിട്ട് ഈ ഇസ്രായേൽ മക്കൾ എന്താ ചെയ്തത്? അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുകയും അവരുമായിട്ട് ഉടമ്പടികളിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അതുകൂടാതെ അപ്പോൾ ദൈവത്തിൻ്റെ കോപം ഓൾറെഡി എന്താണ്? ഇസ്രായേൽ മക്കൾക്ക് വിരോധമായി വരികയും കുറേ പേരൊക്കെ മരിക്കുവാനുമായിട്ടും ഒക്കെ ഇടയായി. ഈ ഒരു വിഷമത്തിൽ ഇവരിയ്ക്കുന്ന ഘട്ടത്തിലാണ് ഒരു ഇസ്രായേൽ പുരുഷൻ ഒരു മിദ്യാന സ്ത്രീയെ ഇസ്രായേൽ പാളയത്തിനകത്തോട്ട് കൊണ്ടുവന്ന് അവിടെ എന്താണ്? അവളുമായിട്ട് അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അപ്പോൾ എന്താണ്? ഒന്നും കൂടെ ദൈവത്തിൻ്റെ കോപം ഞങ്ങൾക്ക് പ്രതികൂലമാകുമെന്ന് തിരിച്ചറിഞ്ഞ ഈ ഫിനഹാസ് എന്താ ചെയ്തത്? ആ ഇസ്രായേലിനെയും ആ മിദ്യാന സ്ത്രീയെയും കൂടി എന്താണ്? കൊന്നു കളയുവാനായിട്ട് ഇടയായി. അപ്പോൾ അങ്ങനെ യഹോവയാം ദൈവത്തിൻ്റെ കോപം അവരെ വിട്ടുമാറിയെന്ന് നമ്മൾ അവിടെ ചിന്തിച്ചു അല്ലേ. സംഖ്യാപുസ്തകത്തിനകത്ത് നമ്മൾ ചിന്തിക്കുവാനായിട്ട് ഇടയായി. അപ്പോൾ ഈ ഫിനഹാസ് എന്ന് വെച്ചാൽ ദൈവത്തിന് വേണ്ടി തീഷ്ണതയോടെ പ്രവർത്തിച്ച ഫിനഹാസ്, ആ ഫിനഹാസിൻ്റെ കൊച്ചുമകനായിട്ട് വരും ആര്? നമ്മുടെ എസ്ര എന്ന് പറയുന്നത്. ഓർക്കുക, അപ്പോൾ എസ്രയ്ക്ക് അറിയാം അല്ലേ ദൈവത്തിൻ്റെ സന്നിധിയിൽ എങ്ങനെ നിൽക്കണമെന്ന് എസ്രയ്ക്ക് അറിയാം. അതുകൂടാതെ എസ്ര ആരാന്നറിയാമോ? എസ്ര ഒരു നിയമ പണ്ഡിതനും കൂടിയാണ്. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണം അരച്ച് കലക്കി കുടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. ശാസ്ത്രി എന്നാണ് പറയുന്നത്. അത്രയും നല്ല അറിവുള്ള ഒരു മനുഷ്യനും കൂടിയാണ് ആര്? എസ്ര. എന്ന് വെച്ചാൽ എസ്രയ്ക്ക് അറിയാം തൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഒക്കെ ചരിത്രങ്ങളുമൊക്കെ ആര് കേട്ട് കഴിഞ്ഞു? എസ്ര കേട്ട് കഴിഞ്ഞു. അപ്പോൾ എസ്രയ്ക്ക് അറിയാം ഈ ദൈവത്തിൻ്റെ സംരക്ഷണം ഇല്ല എങ്കിലും ഒരു വിധത്തിലും യാത്ര മുൻപോട്ട് പോകാൻ എന്നറിയുന്ന എസ്ര എന്താ ചെയ്തത്? ഉപവാസം പ്രസിദ്ധപ്പെടുത്തി അല്ലേ. അതുകൂടാതെ എന്താണ്? അതുകൂടാതെ ഈ എസ്ര ചെയ്ത കാര്യം എന്താണെന്ന് അറിയാം. അവരുടെ യെരുശലേം ദേവാലയം പുനർനിർമ്മിക്കപ്പെട്ടു, അത് പ്രതിഷ്ഠിക്കപ്പെടുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഈ ന്യായപ്രമാണത്തിലുള്ള കാര്യങ്ങളും കൂടി എസ്ര എന്താണ്? അങ്ങ് പഠിപ്പിച്ചു കൊടുത്തു. ജനത്തെ വിളിച്ചു കൂട്ടിയിട്ട് അവരോട് പറഞ്ഞു, ന്യായപ്രമാണത്തിൽ ഇങ്ങനെയുണ്ട്, നമ്മളോട് എന്താണ്? അന്യ സ്ത്രീകളുമായിട്ടും നമ്മൾ എന്ത് ചെയ്യരുത്? വിവാഹബന്ധത്തിൽ ഏർപ്പെടരുത്, അല്ലെങ്കിൽ അന്യപുരുഷന്മാരുമായിട്ടും വിവാഹബന്ധത്തിൽ ഏർപ്പെടരുത് എന്നൊരു കൽപ്പന ആര് പുറപ്പെടുവിച്ചിട്ടുണ്ട്? യഹോവയാം ദൈവത്തിൻ്റെ നിയമത്തിനകത്തുള്ളതാ. ഇത് തെറ്റിച്ചു കഴിഞ്ഞപ്പോഴാണ് പണ്ട് എന്താ സംഭവിച്ചത്? ഈ ദൈവത്തിൻ്റെ കോപം ഇസ്രായേൽ മക്കളുടെ മേൽ വന്നത്. അവിടെ ഈ ഇസ്രായേലിന്റെ ഗ്രാൻഡ് ഫാദർ ആയിരിക്കുന്ന ഫിനഹാസ് എന്ന് വെച്ചാൽ ഒത്തിരി ഗ്രാൻഡ് ഫാദർ, മുൻപോട്ടുള്ള ഗ്രാൻഡ് ഫാദർ ആണ് കേട്ടോ. ഈ ഫിനഹാസിന്റെ നേതൃത്വത്തിൽ ചെയ്ത കാര്യങ്ങളൊക്കെ അറിയാം. അവിടെ ഒരു ശുദ്ധീകരണം നടന്നു. അതേ ശുദ്ധീകരണത്തിലേക്ക് ആര് വന്നിരിക്കുകയാണ്? എസ്ര വന്നിരിക്കുകയാണ്. എസ്ര പറഞ്ഞു, നിങ്ങൾ എന്താ ചെയ്തിരിക്കുന്നത്? നിങ്ങൾ കുറേ ദൈവത്തിന് വിരോധമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് ഇസ്രായേൽ കന്യകമാരിൽ നിന്നല്ലാതെ പുറത്തു നിന്നും വിവാഹം കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് നമ്മൾ ദൈവത്തോട് മാപ്പ് അപേക്ഷിക്കണമെന്ന് അവരെ ഉണർത്തുകയും അങ്ങനെ ദൈവത്തോട് അവരെ ഏറ്റുപറഞ്ഞ് മാപ്പ് അപേക്ഷിക്കുവാനും ഒക്കെ ഇടയായി. എന്ന് വെച്ചാൽ ഇവരുടെ പാപങ്ങളൊക്കെ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു പൂർണ്ണ മാനസാന്തരത്തിന് വേണ്ടി ജനത്തെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ എസ്ര മുൻകൈ എടുക്കുകയും അവർക്ക് ന്യായപ്രമാണം പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഇവരെന്താണ്? ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇവർ തങ്ങളുടെ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞും ഒരു പൂർണ്ണ മാനസാന്തരം ഇവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുകയും ദൈവത്തിലോട്ട് മടങ്ങി വരുവാൻ എസ്രയുടെ നേതൃത്വത്തിൽ എസ്ര ജനത്തെ ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തുവെന്ന് നമ്മൾക്കിവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഓർക്കുക, ഇതിലൂടെ ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനുള്ളത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നെന്താണ്? ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന വാക്തത്വങ്ങളുടെ പൂർത്തീകരണത്തിലേക്ക് മടങ്ങി വരുമ്പോൾ എന്താണ്? വഴിയിൽ പതിയിരിപ്പുകാരും ശത്രുക്കളും ഒക്കെ ഉണ്ടാകും. എന്ന് വെച്ചാൽ നമ്മളൊരു വാക്തത്വം കേട്ടാൽ ആ കേട്ട മാത്രയിൽ തന്നെ ആ വാക്തത്വത്തിന് എതിരെ എന്താണ്? ശത്രുവായവൻ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഉപവാസത്താലും പ്രാർത്ഥനയാലും ശത്രുവിനെ ജയിച്ച് നമ്മളുടെ വാക്തത്വം പ്രാപിച്ചെടുക്കുവാൻ നമ്മൾ തയ്യാറാകണം എന്നുള്ള ഒന്നാമത്തെ വാക്തത്വം. ഇനി രണ്ടാമത് എന്താണ്? ശത്രുവായവൻ നമ്മളുടെ ജീവിതത്തിൽ അപഹരിച്ചു കൊണ്ടുപോയിരിക്കുന്ന നന്മകളെ മടക്കി തരുവാൻ ദൈവം ശക്തനാണ്. അപ്പോൾ ഇത് മടക്കി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ എന്ത് ഉണ്ടാകണം? ശത്രു നമ്മളുടെ നന്മകളെ അപഹരിച്ചു കൊണ്ട് പോകുന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ പ്രമാണത്തിൽ നിന്ന് നമ്മൾ വിട്ടുപോകുമ്പോഴാണ് അല്ലേ. അപ്പോൾ ഈ പ്രമാണത്തിലേക്ക് മടങ്ങി വന്നും ഒരു മാനസാന്തരത്തിലേക്ക് മടങ്ങി വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ശത്രു അപഹരിച്ചു പോയ നന്മകളെ ദൈവം നമ്മൾക്ക് മടക്കി തരും. അതാണ് രണ്ടാമത്തത്.
മൂന്നാമത്തത് എന്താണ്? ഒരു യഥാർത്ഥ മാനസാന്തരം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഈ നന്മകൾ, ലഭിച്ച നന്മകൾ നഷ്ടമാകാതിരിക്കണമെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ സന്നിധിയിൽ തീഷ്ണതയോടെ വിശുദ്ധിയോടെ ജീവിക്കുവാൻ നമ്മൾ തയ്യാറാകണമെന്നുള്ളത് ദൈവം നമ്മൾക്ക് തരുന്ന വാഗ്ദത്തമാണ്. അപ്പോൾ 3 കാര്യങ്ങളാണ് ഇതിലൂടെ, എസ്രയുടെ പുസ്തകത്തിലൂടെ ദൈവത്തിന് നമ്മളോട് സംസാരിക്കുവാനുള്ളത്. ഒന്നെന്താണ്? ദൈവം നമ്മൾക്ക് തരുന്ന വാഗ്ദത്തങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. നമ്മൾക്കൊരു ശുഭയാത്ര ദൈവത്തോട് നമ്മൾ ചോദിക്കണം. ആർക്കൊക്കെ വേണ്ടിയിട്ടാണ്? നമ്മൾക്ക്, നമ്മളുടെ കുടുംബത്തിന്, നമ്മളുടെ സമ്പത്തിനൊക്കെ ഒരു പ്രൊട്ടക്ഷൻ ദൈവം തരുവാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോട് നമ്മൾ പ്രൊട്ടക്ഷൻ ചോദിച്ച് നമ്മൾ ഉപവസിക്കുവാനായിട്ട് തയ്യാറാകണം. ഒന്ന്. രണ്ടാമത് എന്താണ്? രണ്ടാമത് ദൈവം നമ്മളുടെ നന്മകളെ അപഹരിച്ചു കൊണ്ടുപോയിരിക്കുന്ന ശത്രുവിൻ്റെ കരത്തിൽ നിന്നും നമ്മളുടെ നന്മകളെ ദൈവം നമ്മൾക്ക് മടക്കിത്തരും. മൂന്നാമത് എന്താണ്? ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും മാനസാന്തരത്തോടും കൂടെ നമ്മൾ നിൽക്കുവാനിടയായി തീർന്നാൽ നമ്മൾക്ക് ദൈവം തന്ന നന്മകളും വാഗ്ദത്തങ്ങളും നഷ്ടപ്പെട്ടു പോകാതെ ദൈവത്തിൻ്റെ സംരക്ഷണം നമ്മൾക്ക് ഉണ്ടാകുമെന്നുള്ളൊരു മൂന്നാമത്തെ ഉറപ്പും കൂടിയാണ് ഇതിലൂടെ ദൈവം നമ്മൾക്ക് തരുന്നത്. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയുക. പലപ്പോഴും നമ്മൾ പറയുമ്പോൾ ഉപവസിക്കേണ്ട ഒന്നും കാര്യമില്ല, ദൈവം വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിച്ചു തരുവാൻ ശക്തനാണെന്നൊക്കെ പറയും. കറക്റ്റാണ്, ദൈവം നിവർത്തിച്ചു തരുവാൻ ശക്തനാണ്. പക്ഷേ ഓർക്കുക, ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എതിരായിട്ട് ശത്രു എഴുന്നേൽക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ തേടുവാനും നമ്മൾ തയ്യാറാകണം. ചില വാഗ്ദത്ത സന്തതികൾക്ക് വേണ്ടിയിട്ട്, ചില വാഗ്ദത്ത എന്താ പറയുക, ജീവിതത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപവസിക്കുവാനായിട്ട് തയ്യാറാകണം. അതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപവസിക്കുവാൻ തയ്യാറാകണം. രണ്ടെന്താണ്? ശത്രു അപഹരിച്ചു പോയ നന്മകളെ നമ്മൾക്ക് മടക്കി ലഭിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴുവാൻ തയ്യാറാകണം, മാനസാന്തരപ്പെടുവാൻ തയ്യാറാകണം. അപ്പോഴാണ് എന്ത്? ഈ നഷ്ടപ്പെട്ടു പോയ നന്മകളെയൊക്കെ ദൈവം നമ്മൾക്ക് മടക്കി തരുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും മാനസാന്തരപ്പെടുവാനും നമ്മൾ തയ്യാറാകുക. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.